അങ്ങനെ ഞങ്ങളുടെ വയനാട് ട്രിപ്പിൻ്റെ ഡേ 2 എവിടെയാണെന്ന് ചോദിച്ചാൽ കോഫി ഗാർഡനിലാണ്. ഈ പ്രോപ്പർട്ടിയിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന സ്വിമ്മിംഗ് പൂൾ തന്നെയാണ്. ഈ സ്റ്റെയർ കയറി മുകളിലെത്തുമ്പോൾ ഞങ്ങളുടെ റൂം, അടിയിൽ കാണുന്നത് കിച്ചൺ ഏരിയയും പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഒരു സ്പേസ്. വീരുവിൻ്റെ എനർജി കണ്ടോ, അവൻ എങ്ങോട്ട് ഓടണം എന്നറിയാൻ വയ്യാണ്ട് നിൽക്കുക. രണ്ടാളും വണ്ടി കിടന്നുറങ്ങി ഫുൾ എനർജിയിലാണ്. ചെറിയൊരു മിനി പാർക്ക് സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. കമോൺ ഗൈസ്, ഇനി നമുക്ക് റൂമിലോട്ട് പോകാം. ഇങ്ങനെ കോണിപ്പടി കയറി മുകളിൽ ചെന്നാൽ കിട്ടുന്ന ഈ വ്യൂ ഗൈസ് വളരെ അടിപൊളിയായിരുന്നു. ഇനി കുഞ്ഞു റൂമിൻ്റെ ചെറിയൊരു റൂം ടൂർ. ഇവരുടെ സർവീസൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ആൻഡ് വെരി ടൈഡി ആൻഡ് നീറ്റ് ആക്കിയിട്ടേക്കുമായിരുന്നു. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയാമോ, ഈ പ്രോപ്പർട്ടിയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്കും ബോത്ത് പിള്ളേർക്കും ആ ഒരു പ്രൈവസി ഉള്ളതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ കളിക്കാം. നമുക്ക് വേറെ റെസ്ട്രിക്ഷൻസോ ടെൻഷനോ അങ്ങനെ ഒന്നുമില്ല. ഈ വാട്ടർ ഫ്ലോട്ട്സും നമ്മുടെ ഹെഡ് ക്യാപ്സും ഒക്കെ ആമസോൺ ബോട്ടാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ലിങ്ക് തരാം. ഇനി കുറച്ച് വീഡിയോ ആൻഡ് ഡാഡി മൊമെൻറ്റ്സ്. രണ്ടെണ്ണത്തിനോട് വെറുതെ ഒരുമിച്ച് കയറ്റിയതാണ്, പക്ഷേ അത് അപകടമാണെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങളത് ഒഴിവാക്കി. ഡാഡയും പീലും പിന്നെ വെള്ളത്തിൽ കിടന്ന് കുത്തി മറിയലായിരുന്നു. ഏതാണ്ട് രാത്രിയായി. കയറാൻ യാതൊരു ഉദ്ദേശമില്ല രണ്ടിനും. ഗൈസ്, വെള്ളത്തിൽ കളിച്ച് പീലു ശരിക്കും ടയേർഡായി. കിടക്കണ കിടപ്പ് കണ്ടില്ലേ. പീലുവിന് എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി. ഹായ് ഗൈസ്, ഞങ്ങൾ പെട്ടെന്ന് വടിവേലുക്കളായി. കണ്ടില്ലേ, എൻ്റെ തലയിൽ ഒരു വലിയ കൊണ്ട, എൻ്റെ പീലുവിൻ്റെ തലയിൽ ഒരു കുഞ്ഞി കൊണ്ട. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് സീൻസാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. പീലുവിൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടില്ലേ, ക്യൂട്ടായിട്ടില്ലേ ഗൈസ്? കമൻറ്റ് ബിലോ കേട്ടോ. പിന്നെ വയനാട് പോയാൽ നമ്മളെ മാൻഡേറ്ററി വിസിറ്റാണ് ഈ ഗാന്ധി ഗ്രാമം ഷോപ്സ്. സ്പൈസസ് വാങ്ങാമെന്ന് പറഞ്ഞ് ഇറങ്ങിയെങ്കിലും ലാസ്റ്റ് ഞാനൊരു പാവയ്ക്ക കൊണ്ടാട്ടമാണ് വാങ്ങിച്ചത്. പിന്നെ നേരെ പോയത് 1986. അവിടുത്തെ ഫുഡ് സ്റ്റോറിയായിട്ട് ഞാൻ പിന്നെ വരാം. സ്റ്റേ ട്യൂൺഡ് ഗൈസ്.